കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ റോഡിന്റെ നിർമ്മാണം തടഞ്ഞ് ഹൈക്കോടതി. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള റോഡിന്റെ നിർമ്മാണമാണ് തടഞ്ഞത്. റോഡ് നിർമ്മാണം നടക്കുന്നത് വനമേഖലയിലാണെന്ന് വനം വകുപ്പ് അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി. വിഷയത്തിൽ സർക്കാർ മലക്കം മറിഞ്ഞെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ അഭിപ്രായം എന്നുള്ള രൂപത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം കോടതിയിൽ 7/7/2025 വരികയാണ്. അതായത് ഈ ജൂലൈ മാസം കഴിഞ്ഞ ആഴ്ച വരികയാണ്. ഇതറിഞ്ഞ അന്ന് തന്നെ ഇദ്ദേഹം ഈ കേസിൽ കക്ഷി ചേരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇംപ്ലീറ്റ്മെൻറ്റ് പെറ്റീഷൻ കൊടുക്കുകയുണ്ടായി. ഈ 7-ാം തീയതി, അതായത് കഴിഞ്ഞ ആഴ്ച സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം വന്ന മുറയ്ക്ക് തന്നെ ചീഫ് ജസ്റ്റിസ് ഇന്ന് 11-ാം തീയതിയാണ്, ഇന്നേക്ക് വിധി പറയുന്നതിന് വേണ്ടി തീയതി കുറിക്കുകയാണ്. അപ്പോൾ 7-നും 11-നും ഇടയിലുള്ള സമയം മാത്രമേ നമ്മുടെ മുന്നിൽ സർക്കാർ മലക്കം മറിഞ്ഞിരിക്കുന്നു ഈ കേസിൽ എന്ന് നമ്മൾ അറിയുന്നത്, പൊതുമണ്ഡലത്തിൽ നമുക്കറിയാൻ കഴിയുന്നത് 7-ാം തീയതിയാണ്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചെയ്യുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹൈല, ദേശീയപാത 85 നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നിലവിൽ ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത്. അത് വലിയ പ്രതിസന്ധി ഈ മേഖലയിലുള്ള ആളുകൾക്കുണ്ടാക്കും എന്നതിന്റെ പ്രതിഷേധ സൂചകമായാണ് ഇപ്പോൾ ഡീൻ കുര്യാക്കോസിന്റെ പ്രതികരണമടക്കം പുറത്തു വന്നിരിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ തവണ പരിഗണിച്ച ഘട്ടത്തിൽ ഡിവിഷൻ ബെഞ്ചിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞത് പൊതുമരാമത്ത് റോഡാണിത്, വനം വകുപ്പിന് ഇതുമായി ബന്ധമില്ല, 100 മീറ്ററോളം പൊതുമരാമത്തിന്റെ പക്കലാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഈ കഴിഞ്ഞ ദിവസം 7-ാം തീയതി ചീഫ് സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലത്തിലാണ് വനം വകുപ്പിന്റെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വനം മേഖലയിലാണെന്ന് ചൂണ്ടിക്കാട്ടി സത്യവാങ്മൂലം നൽകിയത്. ആ സത്യവാങ്മൂലം തന്നെയാണ് കോടതിയിൽ ഇപ്പോൾ ഈ തിരിച്ചടിക്ക് കാരണം. അങ്ങനെയാണ് ഹൈക്കോടതി ദേശീയപാത 85 നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞുവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഈ മേഖലയിലുള്ള ആളുകൾ കടുത്ത പ്രതിഷേധമായി ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മൂന്നാറിലേക്കുള്ള ദേശീയപാത വികസനം അത് തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു കൺസേൺ. ഇനി സംസ്ഥാന സർക്കാർ തുടരപ്പീൽ നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് MP പ്രതികരിച്ചിരിക്കുന്നത്. സുഹൈൽ.